ഇറാൻ യുദ്ധത്തെ തുടർന്നുള്ള പശ്ചിമേഷ്യൻ സംഘർഷം കുറയ്ക്കാൻ ഇടപെടലുകളുമായി ഇന്ത്യ. ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചു. നേരത്തെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫോണിൽ സംസാരിച്ചിരുന്നു. മേഖലയിലെ പ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളിൽ പ്രധാനമന്ത്രി ആശങ്ക രേഖപ്പെടുത്തി. മനു ഭരത് കൂടുതൽ വിവരങ്ങൾ നൽകും. മനു, ഇന്ത്യ വളരെ പ്രത്യക്ഷമായി ആദ്യമായിട്ടാണല്ലോ ഇത്തരം ഒരു സന്ദേശം നൽകുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു ഇടപെടലാണല്ലോ. എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? എന്തോ ഈ പശ്ചിമേഷ്യൻ സംഘർഷം കുറയ്ക്കാനായി ഇന്ത്യ ഇടപെടലുകൾ കൂടുതൽ ഊർജിതമാക്കുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഡോക്ടർ എസ് ജയശങ്കർ നീണ്ട ചർച്ചകൾ നടത്തുന്നു. ഈ ചർച്ചകൾ പ്രധാനമായും ഈ ഈദ് മുബാറക്കൊക്കെ നേരുന്നതിനും പുതുവർഷ ആശംസകളൊക്കെ നൽകുന്നതിനുമാണ് തുടക്കം കുറിച്ചതെങ്കിൽ പിന്നീട് അത് പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളിലേക്ക് നീണ്ടു എന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നു. അവിടുത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ളൊരു ശ്രമം ഇന്ത്യ നടത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഡോക്ടർ എസ് ജയശങ്കർ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാറുമായുമൊക്കെ ചർച്ചകൾ നടത്തിയിരുന്നു. സ്വാഭാവികമായും ഈ പ്രശ്ന പരിഹാരത്തിന് ഇന്ത്യ മുൻകൈയെടുക്കുന്നു എന്നതിൻ്റെ സൂചനകൾ വരുന്നു. നേരത്തെ ഇറാനും സമാനമായ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ബ്രിക്സ് രാജ്യങ്ങൾ ഈ പ്രശ്നം പ്രത്യേകിച്ച് അമേരിക്കൻ ആക്രമണം തടയുന്നതിന് വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കണം എന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടത്. ഇറാൻ പ്രസിഡന്റ് തന്നെ മസൂദ് പെസഷ്കിയാൻ തന്നെ ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. സ്വാഭാവികമായും മറ്റു രാജ്യങ്ങൾ അതിൽ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ചുവട് മുന്നിലേക്ക് ഇന്ത്യ നീങ്ങുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടർച്ചയായ മാരത്തൺ ചർച്ചകൾ നടത്തുന്നു. അദ്ദേഹം കസാഖ് അംബാസിഡറുമായി കഴിഞ്ഞ ദിവസം സമാനമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. അതുപോലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറുമായും ഉൾപ്പെടെ അതുപോലെ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനി വോങ് തുടങ്ങിയ ആളുകളുമൊക്കെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. ഒപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന് നേരിട്ട് ഇറാനുമായി ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഇസ്രയേലിനുമായും അതുപോലെ മറ്റ് രാജ്യങ്ങളുമായും ഒക്കെയുള്ള ചർച്ചകൾ വളരെ സുഗമമായി പുരോഗമിക്കുന്നു. UAE പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ UAE അവിടുത്തെ ഈ വിദേശകാര്യ സഹകരണം ഉറപ്പാക്കുന്ന മന്ത്രിയുമായൊക്കെ ചർച്ചകൾ നടത്തിയിരിക്കുന്നു. അങ്ങനെ സമഗ്രമായ ഒരു ചർച്ച പല കോണുകളിൽ നടക്കുന്നു. പ്രത്യേകിച്ച് ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കപ്പെട്ടതോടെ അല്ലെങ്കിൽ അതിലുള്ള കപ്പൽ ഗതാഗതം ബാധിക്കപ്പെടുന്നത് പല രാജ്യങ്ങളെയും വളരെ ശക്തമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഏതാണ്ട് 1700 ലക്ഷം ബാരൽ എണ്ണ കടലിൽ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നു. അബുദാബിയിൽ, ദുബൈയിൽ, റസൽ ഖൈമയിൽ ഒക്കെ തീരപ്രദേശങ്ങളിൽ ഇങ്ങനെ കപ്പലുകളിൽ എണ്ണ, ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ അസംസ്കൃത എണ്ണ കുടുങ്ങിക്കിടക്കുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു. അപ്പോൾ ഹോർമുസ് കടലിടുക്ക് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കുക എന്നൊരു വലിയ വെല്ലുവിളിയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ മിസൈൽ ആക്രമണം 4000 കിലോമീറ്റർ ദൈർഘ്യം വരെ ഉള്ള മിസൈലിൻ്റെ ആക്രമണം ഇറാൻ നടത്തിയെന്നത് വലിയ ആശങ്കയ്ക്കൊക്കെ വഴിവെക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ ഏത് തരത്തിലേക്ക് പര്യവസാനിക്കുമെന്ന ആശങ്ക ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. മാത്രമല്ല ഈ ജനജീവിതം ദുസ്സഹമാകാതിരിക്കാൻ ഒക്കെയുള്ള സമഗ്രമായ ഒരു നീക്കം ആണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈ അമേരിക്കൻ സൈനിക ആസ്ഥാനം എന്ന തരത്തിൽ ഡിഗോ ഗാർസിയയിൽ അവിടെ ബോംബറുകൾ അതുപോലെ ആണവ തരത്തിലുള്ള അല്ലെങ്കിൽ നേരിടാൻ കഴിയുന്ന മിസൈലുകൾ അല്ലെങ്കിൽ മിസൈൽ പ്രത്യാക്രമണം നടത്താൻ കഴിയുന്ന ഉപകരണങ്ങൾ തുടങ്ങിയവയൊക്കെ നിലയുറപ്പിച്ചിട്ടുള്ള ഈ ഡിഗോ ഗാർസിയ പോലുള്ള ദ്വീപുകളിലേക്ക് ആക്രമണം വന്നു. എന്നാണ് ഇറാനിൽ നിന്ന് 4000 കിലോമീറ്റർ ദൂരെയാണ് ഡിഗോ ഗാർസിയ സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് മിസൈലുകൾ തൊടുക്കുന്നു. പക്ഷേ അത് നിർവീര്യമാക്കാൻ കഴിഞ്ഞു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. അമേരിക്ക UK ഒരു സംയുക്ത സൈനിക കേന്ദ്രമാണ് ഡിഗോ ഗാർസിയയിൽ ഉള്ളത്. അപ്പോൾ അവിടെ ആക്രമണം വരുന്നു. ഇതെല്ലാം മൊത്തത്തിൽ ഈ പശ്ചിമേഷ്യൻ സംഘർഷം ലോക സമാധാനത്തെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് ഇന്ത്യ ഉയർത്തിക്കാണിക്കുന്നു. ഈ പ്രശ്ന പരിഹാരത്തിലേക്ക് നീങ്ങണം. ഇതിലേക്ക് കൂടുതൽ രാജ്യങ്ങളെ ഈ ചർച്ചകളിലേക്ക് പങ്കാളികളാക്കുന്നു.
അതോടൊപ്പം തന്നെ ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദം കൊണ്ടുവരികയാണ്. ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നത് 4 ആഴ്ച ആണ് ഈ യുദ്ധം നീളുക എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത് 4ാമത്തെ ആഴ്ചയിലേക്കാണ്. ഫെബ്രുവരി 28 തുടങ്ങിയ ഇറാൻ യുദ്ധം 4ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഈ പ്രശ്നപരിഹാരത്തിന് ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന ചോദ്യമുണ്ട്. ഏതായാലും യുദ്ധം അവസാനിക്കാൻ ഏറെ സമയമായി, തങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്നൊക്കെ ട്രംപ് അനുദിനം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും എപ്പോഴിതിന് ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ 4ാമത്തെ ആഴ്ച കൊണ്ട് ഇത് അവസാനിക്കുമെന്ന് ട്രംപ് പറയുമ്പോൾ അത് അവസാനിക്കുന്നില്ല എന്ന സൂചനകൾ ലഭിക്കുന്നു. പക്ഷേ ആഗോളതലത്തിൽ അമേരിക്കയ്ക്ക് പുറത്തും ഇറാന് മേലെയും ഈ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിന് എല്ലാ രാജ്യങ്ങളുമായി സംവദിക്കാനുള്ള ഒരു മധ്യസ്ഥ ശ്രമം ഇന്ത്യ നടത്തുന്നു. ഇന്ത്യൻ മധ്യസ്ഥ ശ്രമങ്ങൾ വലിയ തോതിൽ വിജയം കാണുന്നു എന്നതിൻ്റെ ആദ്യ സൂചനകൾ വരുന്നു. കാരണം അവിടെ നിന്നുള്ള കൃത്യമായ പ്രതികരണം വരുന്നു. ബ്രിക്സ് രാജ്യങ്ങളുടെ കൂടി ഇടപെടൽ ഇറാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടുന്നതാണല്ലോ ബ്രിക്സ് രാജ്യങ്ങൾ, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ ബ്രിക്സ് രാജ്യങ്ങൾ ഇതിൽ ശക്തമായി ഇടപെടണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു നേതൃത്വം കൂടി ഇന്ത്യ ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. കാരണം മിഡിൽ ഈസ്റ്റിലുള്ള ഇന്ത്യൻ ജനത, അവരുടെ സുരക്ഷ ഒക്കെ വലിയ പ്രാധാന്യമാണ്. ഇതിൽ അവരെയൊക്കെ ആ രാജ്യങ്ങളിലൊക്കെ ആളുകൾ അതെടുക്കുന്ന ഒരു ഗൗരവത്തിൽ എടുക്കുന്നു എന്നതിനെ ഇന്ത്യ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. റൈറ്റ്. എന്നാലും ഇന്ത്യയുടെ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ കൃത്യമായിട്ടുള്ള ആശങ്ക അവിടെ കൺവേ ചെയ്തു, രേഖപ്പെടുത്തുകയും ചെയ്തു.